ഇപ്പോൾ നിങ്ങളുടെ നാട്ടില് എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇന്നിവിടെ ഉണ്ടായിരുന്നോ? രാവിലെ മുതലോട്ടിന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല 40 പരിപാടിക്ക് പോയി. ശരി ശരി. പിന്നെന്തൊക്കെ വേറെ വിശേഷങ്ങൾ? നല്ലതിന് അങ്ങനെ പോകുന്നു. ഇപ്പൊ കുറച്ചായിട്ട് വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോ ഒന്ന് വീട്ടിൽ തന്നെയാണ് പതിവ് ഉണ്ടാവല്. പുതിയ വർക്കുകൾ പിന്നെ അങ്ങനെ കാര്യമായ ഒരു ഇതിൽ പുതിയത് പോയിട്ടില്ല. പുതിയ കാര്യങ്ങൾ ഇനി ഇപ്പോ 1-2 എഴുത്തുകളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയൊരു പടം ഡയറക്റ്റ് ചെയ്യണോ എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേറെ നമ്മൾ സുഹൃത്തുക്കളായിട്ട് പിന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ഒരാളാണ് ഞങ്ങളുടെ വയനാട്ടുകാരുടെ പ്രിയപ്പെട്ട പോൾ ബത്തേരി. 200ഓളം സിനിമകൾക്ക് നമ്മൾ ആ സ്ക്രീനിൽ ഇങ്ങനെ പോൾ ബത്തേരി എന്ന് കാണുമ്പോൾ വയനാട്ടുകാരുടെ ഒരു ആവേശമാണ് നമ്മളുടെ. അപ്പൊ പുള്ളിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വീട് പണി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? ഇപ്പൊ ഒരു 8-9 മാസം. വീട് നമുക്ക് വിശാലമായിട്ട് ഒന്ന് കാണാൻ. നിങ്ങളെ എല്ലാവരും ഗ്രേ ആണല്ലോ. അതെ 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 അതെ. ഒരു ഗ്രേ വൈറ്റ് ഇരിക്കെ. ഇവിടെ തന്നെ ആയിരുന്നോ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ? ഈ ചെതലയിൽ തന്നെ ആയിരുന്നു? ചെതലയിൽ തന്നെയായിരുന്നു. എൻ്റെ ഒരു 1960 ആദ്യമാണ് ഫാദറും അമ്മയും കൂടി രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്നത്. വയനാട്ടിൽ വന്നത്. അപ്പൊ എവിടെയായിരുന്നു സ്ഥലം? എറണാകുളം ചമ്പക്കര, തൃപ്പൂണിത്തറ. 60 ആദ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ 66 ആളാ. 66. അന്ന് മുതൽ തന്നെ ഇവിടെ തന്നെയാണ്, ചെതലയിൽ തന്നെയാണ്. വിദ്യാഭ്യാസം സെന്റ് മേരീസ് കോളേജ് വരെ പോയി. അത് പിന്നെ ഇത് ഫൈൻ ആർട്സ് ആണ്. ഫൈൻ ആർട്സ് പിന്നെ യൂണിവേഴ്സൽ ആർട്സിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി. അതെ അതെ. സെബാസ്റ്റ്യൻ മാഷ്. അതൊരു 2 വർഷം അത് അവിടെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മുമ്പ് തന്നെ ഈ സിനിമയാണ് നമ്മളുടെ ഒരു ഇത്. അങ്ങനെ പോയി. നിങ്ങളൊരു ചിത്രകാരനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. ഞാൻ നിങ്ങളാ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് ഈ KGT KGC ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ആ ബാച്ചിലുള്ളവർ ആരെങ്കിലും ഇപ്പൊ നമ്മളിവിടെ വയനാട്ടിലുണ്ടോ? വയനാട്ടിൽ ആ ബാച്ചിലുള്ളവർ ആരോ ഉണ്ട്. പക്ഷെ എനിക്ക് അത്ര ഒരു ഇത് കിട്ടുന്നില്ല. ആരൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ചിത്രകലയുമായിട്ട് വളരെ ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം എനിക്ക് ബന്ധങ്ങൾ. അതെ 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 അതെ. ആരൊക്കെ ഉണ്ട് ഞാൻ അതൊന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ പിന്നെ കുറെ ആയി എല്ലാവരും കണ്ടിട്ട്. പിന്നെ നല്ല ലെവലിൽ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മറ്റേ ഇതിന് പോയി, സദേൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്ത്. അവിടെ പോയി ഇത് മറ്റേ സിനിമാഗ്രാഫി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ അലി അക്ബർ നമ്മളെ സീനിയർ അലി അക്ബർ, സുരേഷ് ഉണ്ണിത്താനാണ് അറിയില്ല. പിന്നെ ഈ മനോജ് കെ ജയൻ അങ്ങനെ കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലുള്ള ആദം അയ്യൂബ്. അതെ പ്രിൻസിപ്പൽ അയാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ KK ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് KK ചന്ദ്രൻ. അയാളൊക്കെ അവിടെ പഠിപ്പിച്ച ആള്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാ ഇതും ഡയറക്ഷൻ, ക്യാമറ, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ നിന്ന് പഠിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായി. അപ്പൊ നമ്മൾ ചെന്നപ്പോ തന്നെ ഇന്റർവ്യൂ ചെയ്തത് നമ്മളെ ഇയാളായിരുന്നു, ദിക്കുറിശി ആയിരുന്നു. അപ്പൊ ഞാൻ ഡയറക്ഷൻ എടുക്കാനാണ് പോയത്. അപ്പൊ പുറത്തുനിന്ന് കുറച്ച് പേര് എന്നോട് പറഞ്ഞു ഡയറക്ഷന് പോയിട്ട് പിന്നെ വെറുതെ പടമൊന്നും കിട്ടാതെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വല്ല കല്യാണം എടുത്തിട്ടെങ്കിലും ജീവിക്കാം. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. അപ്പൊ എന്തായാലും ഫോട്ടോഗ്രാഫി വേണം. ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നല്ല അറിവുള്ള ആൾക്ക് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ഇത്. കാരണം ആ ഒരു വിഷ്വൽ മീഡിയ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് മാറിയത്. അപ്പോൾ പിന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ചിത്രകലയാണല്ലോ പഠിച്ചത്. ചിത്രകല ഇതും വളരെ അടുത്ത് കിടക്കുന്നതാണല്ലോ. കളറും നല്ല കളർ സെൻസും പിന്നെ കോമ്പോസിഷനും ഇതെല്ലാം ചിത്രകലയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് ആ കോമ്പോസിഷനൊക്കെ ഭയങ്കര ഇതായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന ഇതാ ചിത്രകലയുടെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഇവിടെ പോയി ഫ്രാൻസിൽ മറ്റേ ലൊറേ മ്യൂസിയത്തിൽ അവിടെയുള്ള പെയിന്റിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തുള്ള ചിത്രകാരന്മാർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവരെ ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് അത് എങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് തോന്നും. അതുപോലെയാണ് അവർ വരച്ച് ഭയങ്കര പടങ്ങളെ. ഇന്ന് നമുക്ക് ചിത്രങ്ങളുടെ അകമ്പടി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അതൊക്കെ ആ ഒരു റെഫറൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇതില്ലാതെ ആയിരുന്നവർ ആ കാലത്ത് അത് വരച്ചു. ചിത്രകല എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഒരു ഇത് തന്നെയാണല്ലോ. ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു. അതെ, ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നിട്ട് സിനിമ എന്നുള്ള ഒരു വഴിയിലേക്ക് നീങ്ങാൻ ഒരുപാട് സിനിമ ഇല്ല, അധികം താമസമില്ല. ഉടനെ തന്നെ അവിടുന്ന് തന്നെ അവിടെ തന്നെ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു ജയൻ ചെമ്പഴന്നി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ ആ സാറ് പിന്നെ അപ്പോൾ അന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഒപ്പം ഞാൻ പോയി. ഇതായിട്ട് പോയി. അപ്പോൾ 91 മുതൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടിയതാണ്. അങ്ങനെ ഒരു 95 വരെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നു. പിന്നെ 95 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു 160 എന്തായാലും 160 കുറയാത്ത സിനിമകൾ ചെയ്തു. ഫോട്ടോഗ്രാഫി ചെയ്തു, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്തു. പിന്നെ ഒരു 4 പടത്തിന് സിനിമോട്ടോഗ്രാഫി ചെയ്തു. പക്ഷെ ഒന്ന് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി നോണ. അപ്പൊ ബാക്കിയുള്ള 4 അല്ല 3 റിലീസാകാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതിൽ ഒന്നിനി റിലീസാവില്ല, ശരത്ചന്ദ്രന്റെ. 2 പടം എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പറഞ്ഞൊരു, അത് റഹ്മാൻ സുരാജ് വെഞ്ഞാറമൂട് 2 പേരുമായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസറുടെ ചില സാമ്പത്തിക ബാധ്യതകളും ഒക്കെ റിലീസാകാതിരിക്കാൻ കാരണമായി. അതാണ് ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഫോട്ടോഗ്രാഫർ, പണ്ടൊക്കെ നമുക്കൊരു ഫോട്ടോഗ്രാഫർ കല്യാണത്തിന് വരുന്നു, അതല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ വാളെടുത്തവരെല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ്. നല്ലൊരു മൊബൈൽ ഫോണിലൂടെ നമ്മുടെ ഈ ലോകം ഇങ്ങനെ കണ്ടുകൊടുക്കുക. അതിന് കുറെ വേദികളൊക്കെ ഉണ്ട്. ഒരു സിനിമയില് ഒരു ഫോട്ടോഗ്രാഫറുടെ റോൾ എന്താണ്? സിനിമയിൽ ഞാൻ ചെല്ലുമ്പോൾ ഉള്ള ആ ടൈമിൽ സിനിമയിൽ ഭയങ്കര റോളായിരുന്നു ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർക്ക്. കാരണം ഒരു സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇതിന്റെ കണ്ടിന്യൂറ്റി ചിലപ്പം അടുത്ത ദിവസമായിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഈ ഓരോ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഓരോന്ന് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇതേ സ്ഥാനത്ത് വരണം, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ കളർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുക. എടുത്ത സാധനം ഇന്നാണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് അത് നാളെ എടുത്ത് നോക്കാം എന്തൊക്കെയാണ്. അന്ന് അത് ഇല്ലല്ലോ, മൊബൈൽ ഫോൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് അന്ന് ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നൈറ്റ് പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് അടിച്ചിട്ട് വേണം, നൈറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഇത് പ്രിന്റ് അടിച്ചിട്ട് വേണം രാവിലെ അത് നോക്കിയിട്ടാണ് ഈ സീൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂറ്റി നോക്കാനാണ് മെയിനായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ബിസിനസ് ഇതിന് ഉണ്ട്, പിന്നെ ആൽബം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മറ്റേ റിലീസിന് മുമ്പ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പ്രൊഡ്യൂസർ കൊണ്ടുപോയിട്ട് കാണിക്കുന്നത് ഈ നമ്മൾ ചെയ്ത ആൽബമാണ്. അപ്പൊ ആ ആൽബത്തിലൂടെ വേണം ഈ പടം എങ്ങനെയുണ്ടെന്ന് ഇയാൾ കണ്ടു പിന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലാക്കി. ഒരു വ്യവസായ മേഖലയിൽ അന്ന് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആൽബം ഒന്നും കാണുന്ന പരിപാടിയില്ല, ഡിജിറ്റൽ ഏതെങ്കിലും ഉണ്ടല്ലേ. ഇപ്പൊ ആൽബം കാണുന്ന പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ അധികവും ഈ പടങ്ങൾ എടുത്തിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, സോഷ്യൽ മീഡിയ പിന്നെ അങ്ങനെ ഉള്ള എല്ലാ മീഡിയകൾക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റിൽസ് കൊടുക്കും. പിന്നെ പത്ര പരസ്യങ്ങൾക്ക്, പിന്നെ അതുപോലെയുള്ള പോസ്റ്റർ ഡിസൈനിന് അതിനൊക്കെ ഉപയോഗിക്കും, അത്ര തന്നെ. പക്ഷെ അന്ന് ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം, കണ്ടിന്യൂറ്റി സ്റ്റിൽസ്. ഈ നെല്ല് എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ കാണിക്കുമ്പോൾ അതെ ബേബി ഉണ്ടായിരുന്നു, ബേബി അതെ വയനാട്ടുകാരൻ, അതെ വയനാട്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ. ഇനിയിപ്പോ നമ്മളുടെ ഈ സിനിമ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ അതിൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ നുണയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇതില് നമ്മളൊരു സിനിമയിലുള്ള ഒരു സംവിധായകന്റെ തൊട്ട് താഴെയല്ലേ ഇദ്ദേഹം? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സംവിധായകന്റെ തൊട്ട് താഴെയുള്ള ഇത് തന്നെയാണ് ശരിക്ക് നന്നായിട്ട് സിനിമോട്ടോഗ്രാഫി അറിഞ്ഞിരിക്കണം ഏത് ഡയറക്ടറും. എന്നാൽ മാത്രമേ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുവിധം നന്നായി തന്നെ എന്ന് വെച്ചിട്ട് ഡയറക്ടർ പോയിട്ട് സിനിമോഗ്രാഫി പഠിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാലും ആ ഒരു സെൻസ് വേണം, എങ്ങനെയൊക്കെ എന്ത് ആവും, പിന്നെ ഒരു വിഷ്വൽ എങ്ങനെ വരും എന്നുള്ളതൊക്കെ ഒരു ഡയറക്ടർക്ക് കൃത്യമായി അറിഞ്ഞിരിക്കുന്നതല്ല. പിന്നെ അതിൻ്റെ ലെൻസിങ് ഒക്കെ ഇപ്പം ഏത് ലെൻസ് ഉപയോഗിക്കണം, ഇപ്പൊ ഒരു വൈഡ് ലെൻസ്, പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസ്, ഇതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊരു ചെറിയൊരു
ഒരു ധാരണ ഡയറക്ടർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ അന്നേരം കുറച്ച് ഫോട്ടോഗ്രാഫിയും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കുറെ നല്ല ഫോട്ടോഗ്രാഫർമാർ കുറെ നല്ല സിനിമകളും ചെയ്തു. ഒരുപാട് പേര് നല്ല സന്തോഷ് ശിവനൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് സന്തോഷ് ശിവന്റെ അടുത്തുനിന്നാണ്. ഭയങ്കര അയാൾ രാവിലെ ഷൂട്ടിന് ഇറങ്ങിയാൽ രാവിലെ 5-6 മണിക്ക് സൺറൈസ് ആകുന്ന ടൈം സന്തോഷ് ശിവനുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉറുമിയിൽ ഞാനായിരുന്നു ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നത്? അത് പൂനെയിലായിരുന്നു അധികവും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, ഗോവയ്ക്ക് അടുത്തൊരു സ്ഥലത്തുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. അധികവും പൂനെയിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം ഉള്ള ഒരു പിന്നെ ഒരു ASC മെമ്പർ അല്ലേ, അതായത് ഏഷ്യയിലെ എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ പിന്നെ സന്തോഷ് സാറ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ASC മെമ്പർ, അതായത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമോഗ്രാഫേഴ്സ്, ആ സംഘടനയിൽ ഉള്ള അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒപ്പം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഭയങ്കര അതാണ്. പിന്നെ അത് ഷാജി കരുൺ, കുട്ടിസ്രാങ്ക് അതെ, കുട്ടിസ്രാങ്ക് ഷാജി സാറിന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊരു പടം ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് AKG എന്ന് പറഞ്ഞ പടം, AKG അത് ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ലെനിൻ സാറിന്റെ ഒപ്പം, ലെനിൻ രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ഒപ്പം മറ്റേ മഴ, അന്യർ, അങ്ങനെ കുറച്ച് പടങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്തു. അതെ, മാധവിക്കുട്ടി. പിന്നെ ബാക്കി ഈ രഞ്ജിത്തിന്റെ ഒപ്പം ഒരു 10-12 പടത്തിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്നോ നമ്മളെ ഡയറക്ടർ രഞ്ജിത്തിന്റെ. പിന്നെ VMNU, പിന്നെ കെ മധു, പിന്നെ ഈ അമൽ നീരദിന്റെ ഒപ്പം 2 പടം ചെയ്തു. ബ്ലസ്സിയുടെ ഒപ്പം 3-4 പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ സിനിമയിലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ലാസ്റ്റ് ചെയ്തത് പ്രണയമാണ് ലാസ്റ്റ്. പിന്നെ ആദ്യത്തെ കാഴ്ച ഞാൻ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായ പടങ്ങളാണ്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ആദ്യ സിനിമയായിരുന്നു കാഴ്ച, ബ്ലസ്സിയുടെ ആദ്യത്തെ സിനിമ. പിന്നെ ബ്ലസ്സിയുടെ ഒപ്പം നമ്മൾ പിന്നെ ബ്ലസ്സി അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബ്ലസ്സിയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സല്ലാപത്തിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഭയങ്കര സിനിമയെ അത്രയും ഒരു ഇതായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര കഴിവുള്ള ഒരാളായിട്ടാണ്. ക്യാമറമാൻ ആണെങ്കിൽ മധുവമ്പാട്ടിൻ്റെ ഒപ്പം, മധുവമ്പാട്ടും ഭയങ്കര, മധുവമ്പാട്ടിനും സന്തോഷ് ശിവനും രണ്ടുപേർക്കും എന്നോടും ഭയങ്കര ഒരു ഇതുള്ള ആൾക്കാരായിരുന്നു. വളരെ നല്ലൊരു ബന്ധവും ഒക്കെ ഉള്ളതാണ്. പിന്നെ ഒരുപാട് ഈ കൽക്കട്ട ന്യൂസിനൊക്കെ പോയിട്ട്, ബ്ലസ്സിയുടെ പടമായിരുന്നു അത്. മറ്റേ കൽക്കട്ടയിൽ സോനാഗച്ചി എന്ന് പറഞ്ഞ ചുവന്ന തെരുവിലായിരുന്നു ഒരു 15 ദിവസത്തെ ഷൂട്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ഇതായിരുന്നു. അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ VMNUവിന്റെ വേഷം എന്ന് പറഞ്ഞ ഒരു പടം ചെയ്യുന്ന സമയത്ത് കോഴിക്കോടായിരുന്നു ലൊക്കേഷൻ. അത് കോഴിക്കോട്. പിന്നെ ഗുരുവായൂരപ്പൻ കോളേജിന്റെ അവിടെ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മുകളിൽ ഒരു മലയുടെ മുകളിൽ ഷൂട്ട് നടക്കുമ്പോൾ ഈ ചെത കത്തിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെതയിൽ കുറച്ച് പെട്രോൾ ഒഴിച്ചിട്ട് വേണം ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് അവരതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രെയിനിൽ ക്യാമറമാൻ ഇരിക്കുന്നുണ്ട്, നമ്മൾ താഴെയുണ്ട്. ഇതിങ്ങനെ ഇത് ചെരിഞ്ഞാ കിടക്കുന്നത്. ആർട്ട് ഡയറക്ടർ കൊണ്ടുപോയിട്ട്, ആർട്ട് ഡയറക്ടറൊപ്പം ഉള്ള ഒരു അസിസ്റ്റന്റ് കൊണ്ടുപോയിട്ട് പെട്രോൾ അങ്ങോട്ട് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് തീ അങ്ങ് കൊടുത്തു. തീ കൊടുത്തപ്പോൾ ഇത് അങ്ങ് കംപ്ലീറ്റ് ഒറ്റ ആളിലെ എൻ്റെ ഒരു ലെൻസും പോയി, അതില് തെറിച്ച് വീണു ഞാൻ. ക്യാമറമാൻ പിന്നെ എന്തോ ഭാഗ്യത്തിന് ക്യാമറയൊന്നും പോയില്ല. ഈ ക്രെയിൻ അടക്കം താഴേക്ക് പോയിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഒരുപാട് റിസ്ക് ആയിട്ടുള്ള സംഭവങ്ങളും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ പിന്നെ ഈ വള്ളം മറിഞ്ഞിട്ട് നമ്മുടെ ഒരു ഹിന്ദി പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പൽപൽ ദിൽ കെ സാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ആളെ അജയ് ജഡേജ അഭിനയിച്ച്, ക്രിക്കറ്റർ അജയ് ജഡേജ. അപ്പോൾ അജയ് ജഡേജ അന്നൊക്കെ ഞാൻ ഭയങ്കര, അന്ന് അജയ് ജഡേജ അസുറുദ്ദീനൊക്കെ നമ്മളെ വലിയ ഇതാണ്. അപ്പോൾ ജഡേജയുടെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒരു ചെറിയൊരു വള്ളത്തിൽ കയറി, ചെറിയ വള്ളം ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് അക്കരയ്ക്ക് പോയതാ. താഴെ പോയി ഒരു ഇത്രത്തോളം വെള്ളത്തിൽ പോയി. എന്തോ ഭാഗ്യത്തിന് ഞാൻ ബാഗും ക്യാമറയൊക്കെ ഒരു കയ്യിൽ മേലോട്ട് പിടിച്ചുകൊണ്ട് അത് നനഞ്ഞില്ല. അങ്ങനെ അതിൽ നിന്ന് പിന്നെ വേറൊരു അപകടം ഉണ്ടായത് ഈ ഭ്രമരത്തിനൊക്കെ ഒരുപാട് അതുപോലെ ഭയങ്കര ഭ്രമരത്തിനൊക്കെ. അതെ, അതുമല്ല ആ സിനിമയ്ക്കൊക്കെ നമ്മൾ രാവിലെ 6 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 6 മണിക്കായിരിക്കും റൂമിൽ വരിക. പിന്നെ കുളിച്ച് പിന്നെ പോവുക. അന്നൊക്കെ അത് തന്നെയായിരുന്നു. ഈ സല്ലാപമൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് ഈ സുന്ദരദാസിന്റെ ഭാരതപ്പുഴയിൽ ഭയങ്കര തണുപ്പാണ്. ഈ മണല് വെള്ളം ഉണ്ടാവില്ല.
മണൽ മാത്രമല്ലല്ലോ. പക്ഷെ ഈ മണലിൽ നിന്ന് ഒരു തണുപ്പ് വരും രാത്രി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ തണുപ്പായിരിക്കും. എന്നിട്ട് ആ ടൈമിലേക്കാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതിലാണ് മഞ്ജു വാര്യർ ഒരു വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടത്. ട്രെയിൻ വരുമ്പോൾ പിന്നെ ഒറിജിനലായിട്ട് അവളെ അത്രയും ആ ഒരു ഇത് നന്നായിട്ട് ചെയ്ത ഒരു പടമാണത്. ട്രെയിനിലേക്ക് അങ്ങ് പോവുകയായിരുന്നു. അതെ, അത് എന്തോ അത് കണ്ടു നിന്ന് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഒരു പിടിച്ച്. അതെ അതെ അതെ, അതൊരു രക്ഷപ്പെടലായിരുന്നു അത്. സിനിമയുടെ ക്ലൈമാക്സ് അതെ അതെ. പിന്നെ കാഴ്ചയിൽ തന്നെ നമ്മുടെ ഒരു വലിയൊരു ഇതുണ്ടായി. ഈ കാഴ്ചയിൽ ഒരു പള്ളി, എടത്വ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു മതില് ഇടിഞ്ഞു വീണിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങള് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കനാലുണ്ട്, ഇങ്ങനെ പോകുന്ന കനാലിന്റെ സൈഡിൽ ഒരു മതിലിനോട് ചേർന്നിട്ടാണ്, അതിന്റെ ഫ്രണ്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പുകളുണ്ട് താഴോട്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ ക്യാമറ വെച്ചിട്ട് ക്യാമറമാനും ഒക്കെ നിന്നിട്ട് പിന്നെ മമ്മൂക്കയും മനോജ് കെയ്യനൊക്കെ ഉള്ള ഒരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്ന മതിലിന്റെ മുകളിലും കംപ്ലീറ്റ് ആൾക്കാരങ്ങ് കയറി, കാണാമെന്ന ആൾക്കാരങ്ങ് കയറിയിരുന്നു. അങ്ങനെ മതിൽ ഇടിഞ്ഞു വീണു. ഇടിഞ്ഞു വീണ് പിന്നെ ക്യാമറ അസിസ്റ്റന്റിന്റെ കാല് ഒടിഞ്ഞു, അതിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. എൻ്റെ ഈ ഒരു സൈഡിൽ കൂടി, ഞാൻ അവിടെ ഉണ്ടായിരുന്നു പടം എടുക്കുക, ഈ ഒരു സൈഡിൽ കൂടെയാണ് മതിൽ പോയത്, ആ മതിൽ വീണത്. പക്ഷേ ഞാൻ വെള്ളത്തിലേക്ക് പോയെന്ന് മാത്രം. ഇത്രയും ഈ പറയുന്ന പോലെ ഇത്രയും വെള്ളത്തിൽ അതും പോയി. അന്നും ക്യാമറ എനിക്ക് രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാ. അതിൽ നിന്ന് രക്ഷപ്പെട്ട. അപ്പൊ എന്നെ പിടിച്ച് കയറ്റിയത് അന്ന് അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ, അത്രയും ദിവസം നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഒരാളുണ്ടായിരുന്നു, പാത്രം കഴുകുന്ന ആള്. അയാളാണ് വന്നിട്ട് എന്നെ കൈ പിടിച്ച് കയറ്റിയത്. ബാക്കി എല്ലാവരും താഴെ വെള്ളത്തിൽ പോയ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരൊക്കെ ക്യാമറയൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ ക്യാമറ വെള്ളത്തിൽ പോയിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ക്യാമറ വീണ്ടും താഴോട്ട് പോയി അന്ന് ഒന്നുകൂടെ എടുത്തു. ക്യാമറ അസിസ്റ്റൻസ് ഇല്ല ഒരാള്, ക്യാമറമാനൊക്കെ കൂടിയിട്ട്. എന്നിട്ട് പിന്നെ അന്ന് എറണാകുളത്ത് നിന്ന് വേറെ ക്യാമറ കൊണ്ടുവന്ന് വൈകുന്നേരം ആ സീൻ കണ്ടിന്യൂ ചെയ്യായിരുന്നു ചെയ്ത്. ഈ നമ്മളുടെ ഈ സിനിമയിൽ മൊത്തമല്ല, നമ്മുടെ ഫോട്ടോഗ്രാഫി രംഗത്തൊക്കെ അനലോഗിൽ നിന്ന് നമ്മൾ ഡിജിറ്റലിലേക്ക് മാറിയില്ലേ? ഈ അനലോഗ് കാലഘട്ടത്തിലും ഡിജിറ്റൽ കാലഘട്ടത്തിലും നിങ്ങളുണ്ടായിരുന്നു. ഈ രണ്ട് മാറ്റങ്ങളെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാൻ പറ്റും? ഫിലിമിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് സാധ്യതകൾ ഇതിലേക്ക് വന്നപ്പോൾ കൂടി. സാധ്യതകൾ നമുക്ക് പഴയതിൽ നിന്നും കൂടുതൽ സാധ്യതകൾ ഉണ്ടാകുകയാണ് ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. പക്ഷേ ഫിലിമിൽ എന്ന് പറഞ്ഞാൽ ഫിലിം നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ലൈറ്റിനെ കുറിച്ചുള്ള നമ്മളെ ജഡ്ജ്മെന്റ് ഒക്കെ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാവുന്ന ഒരു ഇതാണ്. നമുക്ക് അറിയുന്നില്ല ഇത് എന്താണ്, ഇതിൽ പിറ്റേ ദിവസം പോയി ഡെവലപ്പ് ചെയ്താൽ മാത്രമല്ലേ അറിയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഈ എക്സ്പോഷർ സെറ്റ് ചെയ്യാനും എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ സംഭവം ഭയങ്കര. അപ്പം അന്നേരം അത് ഒരു വലിയൊരു ചലഞ്ച് ഉള്ള ഒരു സംഭവമായിരുന്നു അത്. കഴിഞ്ഞിട്ട് ഡിജിറ്റലിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷെ ഡിജിറ്റലിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഡിജിറ്റലിലും ഈ പറയുന്ന പോലെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈറ്റും ഒക്കെ കൃത്യമായിട്ട് നോക്കണം. അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ അത് നന്നായിട്ട് അറിഞ്ഞ് നന്നായിട്ട് കൂടുതൽ നമുക്ക്. പിന്നെ ഇപ്പോഴത്തേക്ക് വന്നപ്പം ഈ ഡിജിറ്റൽ മാറി ഇപ്പോൾ മൊബൈൽ ഫോണിൽ വന്നപ്പം, ഞാനിപ്പോൾ ഐഫോണിൽ 15 Pro Maxലൊക്കെ ഞാനിപ്പോൾ അതും വെച്ചോണ്ടാണ് നടക്കുന്നത് അധികവും. പിന്നെ വലിയ ഷൂട്ട് ഇത് മതി. പക്ഷെ നുണയിൽ ചില ഷോട്ടുകൾ ഞാൻ പിന്നെ ഐഫോണിൽ എടുത്തിട്ടുണ്ട്. ഐഫോണിൽ ഷൂട്ട് ചെയ്ത ഒരു പടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കയറ്റെന്നോ എന്താ പറഞ്ഞാൽ മഞ്ജു വാര്യർ അഭിനയിച്ച ഒരു പടത്തിന്. അതെ 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 അത് ഇറങ്ങിയ പടം. പിന്നെ അതില് മഞ്ജു വാര്യർ ആ പടത്തിന് ക്യാമറമാൻ അവാർഡ്, ബെസ്റ്റ് ക്യാമറമാനായി ഐഫോണിൽ ഷൂട്ട് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഐഫോണല്ല, ഏത് ക്യാമറ ആണെങ്കിലും ക്യാമറ ഏതാണെങ്കിലും നമ്മളത് ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും. ഇതാണ് നമ്മളെ ഒരു കോമ്പോസിഷനും. ഫിലിമിന്റെ കോസ്റ്റും മറ്റതൊക്കെ കുറഞ്ഞെങ്കിലും സിനിമയുടെ കോസ്റ്റിങ്ങിന് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ. കുറെയൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനാവശ്യമായിട്ട് ചെയ്യുന്ന ചെലവുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പണ്ട് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഈ പറയുന്ന പോലെ കാരവനും അതും ഇതൊന്നും ഇല്ല. നേരെ നമ്മൾ പുറത്തു പോയിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അടുത്തുള്ള ഏതെങ്കിലും വീടുകൾ കണ്ടെത്തും. ആ വീടുകളിൽ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യും. അന്ന് ഈ പറഞ്ഞ പോലെ കാരവനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് വന്നപ്പം ഒരു 4 പ്രമുഖരായ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ 4 കാരവൻ അത് വേണം. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത് മറ്റേ വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ മധുരരാജായിരുന്നു ലാസ്റ്റ് ചെയ്ത് അതിലും 4-5 കാരവനോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഉറുമിയിലൊക്കെ ആണെങ്കിൽ എത്രയാ കാരവനും, ഒരുപാട് കാരവനും ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വേസ്റ്റ് ചെലവുകൾ നമ്മൾ പലപ്പോഴും കണ്ട്. ഇതൊക്കെ നമ്മൾ വന്നു പോയ വഴിയിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പല വേസ്റ്റ് ചെലവുകളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഷൂട്ടിന്റെ ഇതിലാണെങ്കിൽ തന്നെ അന്നൊക്കെ ഏർലി മോർണിംഗ് പോയിട്ട് ഷൂട്ട് തുടങ്ങി. ഇപ്പോഴെല്ലാവരും ഷൂട്ടിന് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു 10 മണി ആയാലൊക്കെയാണ് പുതിയ ആൾക്കാർ വരുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇതല്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതുമല്ല, എനിക്ക് എൻ്റെ അറിവിൽ പെട്ടെടുത്തോളം ഏറ്റവും ബെസ്റ്റ് ടൈം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ഡോർ ഷൂട്ടിന് പറ്റിയത് രാവിലെയാണ്. രാവിലെ ഒരു 8-8:30-9 മണിക്കുള്ളിൽ രാവിലത്തെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഭയങ്കര ലൈറ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇതായിരിക്കും. അതുപോലെ തന്നെ ഈവനിങ്ങിലായാലും ഒരു 3-4 മണിക്ക് ശേഷം നല്ല ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അതൊക്കെ നോക്കി തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സന്തോഷ് ശിവനും അവർ മധു അമ്പാട്ടും അവരൊക്കെ അങ്ങനെ ആ രീതിയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് നമുക്ക് അറിയുന്നത്. മിക്കവാറും നമ്മളൊക്കെ ഒരുപാട് പടത്തിന് അങ്ങനെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പോകും.